वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഓം ശ്രീ ഗുരുഭ്യോ നമ. SMACT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം 2026 പുതുവർഷ ഫലത്തെക്കുറിച്ചാണ്. 1201 ആണ്ട് ധനുമാസം 17 തീയതി വ്യാഴാഴ്ച രോഹിണി നക്ഷത്രത്തിൽ 2026 ജനുവരി 1 തീയതിയാണ്. അതായത് 2026 വർഷപ്പിറവി. 2026 ജനുവരി 1 മുതൽ 2026 ഡിസംബർ 31 വരെയുള്ള പുതിയ വർഷം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനുള്ള ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം. സർവേശ്വരനായ വ്യാഴം മിഥുനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭരാശിയിലും ശനി മീനരാശിയിലുമൊക്കെയാണ്. കൂടുതൽ കാലം ഒരേ രാശിയിൽ നിൽക്കുന്ന വർഷഗ്രഹങ്ങളുടെ സ്ഥിതിയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. വർഷഗ്രഹങ്ങളുടെ സ്ഥിതികൾക്കനുസരിച്ചാണ് വർഷഫലം തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിഗതികൾ മാസഫലത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. മാസഫലങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുവാനായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാവിധ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ SMACT അസ്ട്രോ സെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഓൺലൈനായിട്ട് കൺസൾട്ടേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ നേരത്തെ വിളിച്ച് ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങൾക്ക് 2026 വർഷം രാശി പകർച്ചയില്ല. മിഥുന രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ജൂൺ മാസം 2 കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ട്. ഈ ഗ്രഹസ്ഥിതിയും ഗ്രഹപകർച്ചയും ഒക്കെ കണക്കിൽ എടുത്തുകൊണ്ടാണ് ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കർക്കിടകം രാശിയിലുള്ള പുണർദം 4 പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്കും അതേപോലെ കർക്കിടക ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും വ്യാഴം 12 ഭാവത്തിലും കേതു 2 ഭാവത്തിലും രാഹു അഷ്ടമത്തിലും ശനി 9 ഭാവത്തിലുമാണ്. 2026 ജൂൺ 2 വ്യാഴം ജന്മരാശിയിലേക്ക് ഉച്ചസ്ഥനായി സംക്രമിക്കും. ഈ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് ഉണ്ടാവുക. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ പല വിധത്തിലുള്ള സാമ്പത്തിക അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. 2ാം പകുതിയിലാണെങ്കിൽ ആരോഗ്യപരമായി നേട്ടങ്ങളും മനസ്സമാധാനവും സന്തോഷവുമൊക്കെ അനുഭവിക്കാൻ കഴിയും. ആദ്യ പകുതിയിൽ കർമ്മപരമായിട്ടുള്ള പലവിധ ഉയർച്ചകൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ സ്ഥാനക്കയറ്റവും സ്ഥാനചലനവും ഉണ്ടാകും. ധനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വലിയ ഉയർച്ചകളൊക്കെ ഉണ്ടാകും. എങ്കിലും പല വിധത്തിലുള്ള അലച്ചിലും ജോലി ഭാരക്കൂടുതലും ഒക്കെ ഉണ്ടാകും. ആദ്യ പകുതിയിൽ പല ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും സാമ്പത്തികത്തിനെ ഒട്ടും ബാധിക്കുകയില്ല. 2ാം പകുതിയിൽ സാമ്പത്തിക നഷ്ടങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നു ചേരാനിടയുണ്ട്, ശ്രദ്ധിക്കണം. പിന്നെ തൊഴിലിൽ മന്ദത അനുഭവപ്പെടും. എങ്കിലും ഈശ്വരാനുഗ്രഹത്താൽ എല്ലാറ്റിനെയും മറികടക്കാൻ കഴിയുന്നൊരു വർഷം കൂടിയാണ്. ദൂരദേശത്തേക്കുള്ള യാത്രകളൊക്കെ വേണ്ടതായിട്ട് വരും. വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ്. കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും. ഏതൊരു പ്രവൃത്തിയിലും ഒന്നിൽ കൂടുതൽ വട്ടം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു വർഷമാണ്. കുടുംബത്തിലുള്ള മുതിർന്നവരുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്ത് പ്രവർത്തിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യും. ശത്രുക്കളുടെ ശല്യം ഉണ്ടാകും. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വീട് കെട്ടാനോ വീട് വാങ്ങിക്കാനോ പഴയ വീട് പുതുക്കി പണിയാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക്
അനുയോജ്യമായ സമയമാണ്. അതേപോലെ തന്നെ വാഹനമൊക്കെ മാറ്റി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലം തന്നെയാണ്. മത്സര പരീക്ഷകളിലൊക്കെ വിജയം ഉണ്ടാകും. സർക്കാർ ജോലിക്ക് വേണ്ടിയോ ബാങ്ക് ജോലിക്ക് വേണ്ടിയോ ഒക്കെ പരീക്ഷകൾ എഴുതുന്നവർക്ക് അവയിൽ വിജയമുണ്ടാകും. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില നേട്ടങ്ങളും ഉണ്ടാകും. പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്കും ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും വർഷത്തിൻ്റെ ആദ്യ പകുതി അനുകൂലമായ സമയമാണ്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതി അനുകൂലമായ സമയമാണ്. രണ്ടാം പകുതി ധനപരമായ കാര്യങ്ങളിൽ മന്ദനില ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് നല്ല മനസാന്നിധ്യമുള്ളൊരു വർഷം തന്നെയാണ്. ഉന്നത വിദ്യാഭ്യാസമൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ഫലങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളുള്ളൊരു വർഷം തന്നെയാണ്. ബാങ്ക് ലോണ് ചിട്ടികളൊക്കെ കിട്ടാനുള്ള യോഗമുണ്ട്. വരവും ചെലവും ഒരുപോലെ ഉണ്ടാകുന്ന ഒരു വർഷം ആയതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻ്റായിട്ടോ അല്ലെങ്കിൽ ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങുന്നതിനോ ഒക്കെ ആയിട്ട് പണം ചിലവഴിക്കുകയാണെങ്കിൽ ധനനഷ്ടം ഉണ്ടാകാതെ രക്ഷപ്പെടാൻ കഴിയും. ഒന്ന് ശ്രദ്ധിക്കുക. ഷെയർ മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ, അതേപോലെ കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള ഏത് തൊഴിലാണെങ്കിലും അവയിലെല്ലാം ഗുണകരം തന്നെയാണ്. പാർട്ട്ണർഷിപ്പിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് പാർട്ട്ണറുമായി നല്ല നിലയിൽ യോജിച്ചു പോകാൻ കഴിയും. കടബാധ്യതകളൊക്കെ വീട്ടി തീർക്കാൻ കഴിയും. വിവാഹ ആലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും. പ്രണയിതാക്കൾക്ക് ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രണയം വിവാഹത്തിലൊക്കെ എത്തിച്ചേരും. ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. ഈശ്വരാനുഗ്രഹമുള്ള ഒരു വർഷം തന്നെയാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധം തുടരും. സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരങ്ങളുടെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല. പുതിയ ചില പരിശ്രമങ്ങളിൽ ചില തടസ്സങ്ങളും താമസവും ഒക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കായി പ്രയത്നിക്കും. അവരുടെ ഉയർച്ചയിൽ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. പിന്നെ സന്താന ഭാഗ്യത്തിനായിട്ടൊക്കെ കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യത്തിനുള്ള യോഗവും കൂടി ഉണ്ട്. വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ മനസ്സിന് വല്ലാത്ത സമാധാനവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. പ്രത്യക്ഷത്തിലല്ലാത്ത ചില ശത്രുക്കളും ഉണ്ടാകും. കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിൽ വിജയമുണ്ടാകും. കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ധനപരമായ നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും അംഗീകാരവും ഒക്കെ ലഭിക്കും. പൂർവികരുടെ അനുഗ്രഹമൊക്കെ ഉള്ളൊരു വർഷം കൂടിയാണ്. ദാനധർമ്മ ചിന്തകളൊക്കെ ഉണ്ടാകും. പൂർവികരൊക്കെ ആരാധിച്ചു വന്നിരുന്ന ധർമ്മദൈവങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്തുന്നത് വളരെയേറെ ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. പിതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധം തുടരാൻ കഴിയും. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മുതിർന്നവരുടെ ഉപദേശമൊക്കെ സ്വീകരിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യും. പിന്നെ സംഘങ്ങൾ, ട്രസ്റ്റ് എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർ ഏത് കാര്യവും ഒന്നിൽ കൂടുതൽ വട്ടം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. സുഹൃത്തുക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള ഒരു യോഗം കൂടി കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക. പൊതുവെ പറഞ്ഞാൽ ഈ വർഷം ഗുണവും ദോഷവും ഒരുപോലെ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലങ്ങളാണ് കാണുന്നത്. ഈ ദോഷവശങ്ങൾക്കായിട്ടുള്ള പരിഹാരമായി നവഗ്രഹ പ്രീതി വരുത്തണം. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ഗണപതി മന്ത്രങ്ങളൊക്കെ ജപിക്കുകയും ചെയ്യുക. പിന്നെ നാഗങ്ങൾക്ക് 100 പാലും അഭിഷേകവും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ദോഷങ്ങൾക്കൊക്കെ ശമനമുണ്ടാകുന്നതാണ്. നിങ്ങളുടെ ജനനകാല ഗ്രഹനില പ്രകാരം നടക്കുന്ന ദശ അപഹാര ചിത്രങ്ങൾ കൂടി
അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.